ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാസം 18-ാം തീയതിയാണ് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക. കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ലഭിച്ചിട്ടില്ല. അത് അറിയാൻ വേണ്ടിയാണ് നെയ്മറുടെ ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. വേൾഡ് കപ്പിൽ കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അതേക്കുറിച്ച് ESPNൻ്റെ ഫുട്ബോൾ നിരീക്ഷകനായ ഫാൽക്കാവോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് നെയ്മറുമായി താൻ സംസാരിച്ചിരുന്നു, നെയ്മർ വരുന്ന വേൾഡ് കപ്പിൽ കളിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഫാൽക്കാവോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മറെ എന്തായാലും വേൾഡ് കപ്പിന് കൊണ്ടുപോകണം, കണ്ണും പൂട്ടിക്കൊണ്ട് ആ തീരുമാനമെടുക്കാം. കാരണം വേൾഡ് കപ്പിൽ കളിക്കാൻ നെയ്മർ ജൂനിയർ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ബ്രസീലുകാർ എല്ലാവരും ആഗ്രഹിക്കുന്നത് നെയ്മർ ഉണ്ടാവണം എന്ന് തന്നെയാണ്. നിലവിൽ വേൾഡ് കപ്പിന് വേണ്ടിയാണ് നെയ്മർ തയ്യാറെടുക്കുന്നത്. തീർച്ചയായും ബ്രസീലിനെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഞാൻ നെയ്മറോട് സംസാരിച്ചിരുന്നു, വേൾഡ് കപ്പിൽ കളിക്കാൻ അത്രമേൽ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ESPNൻ്റെ ഫുട്ബോൾ ജേർണലിസ്റ്റായ ഫാൽക്കാവോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനൊന്നും ചെവി കൊടുക്കാൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറല്ല. ആഞ്ചലോട്ടി നെയ്മർക്ക് മുന്നിൽ കൃത്യമായ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്: പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കുക, മികച്ച പ്രകടനം നടത്തുക, എന്നാൽ മാത്രമേ ടീമിലേക്ക് എടുക്കുകയുള്ളൂ എന്ന ഒരു ക്രൈറ്റീരിയയാണ് നെയ്മർക്ക് മുന്നിൽ ഇപ്പോൾ ആഞ്ചലോട്ടി വെച്ചിട്ടുള്ളത്. ഏതായാലും നെയ്മർക്കുള്ള ഒരു വേൾഡ് കപ്പ് പ്ലാൻ ഇതിനോടകം തന്നെ സാന്റോസിന്റെ പരിശീലകനായ കൂക്ക തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് ഗ്ലോബോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അടുത്ത മത്സരത്തിൽ നെയ്മർ കളിക്കില്ല. അതിനുശേഷം 13 മത്സരങ്ങളാണ് വേൾഡ് കപ്പ് വരെ സാന്റോസിന് അവശേഷിക്കുന്നത്. ആ 13 മത്സരങ്ങളിലും ഒരുപക്ഷെ നെയ്മർ ജൂനിയറെ കൂക്ക അഥവാ സാന്റോസിന്റെ പരിശീലകൻ ഉപയോഗപ്പെടുത്തിയേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.